വരൂ കുറച്ചു നേരം കഥ കേൾക്കാം. 1933 ജൂലൈ 15 കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ എന്ന ചെറിയ ഗ്രാമത്തിൽ ഒരു എഴുത്തുകാരൻ ജനിക്കുകയാണ്. ഇന്ത്യൻ എഴുത്തുകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനുമായിരുന്നു. ആധുനിക മലയാള സാഹിത്യത്തിലെ പ്രഗത്ഭനും ബഹുമുഖ എഴുത്തുകാരനുമായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ സാഹിത്യത്തിലെ ആചാര്യന്മാരിൽ ഒരാളായിരുന്നു. ഭീമസേനൻ്റെ വീക്ഷണകോണിൽ നിന്ന് മഹാഭാരതത്തിൻ്റെ കഥ പുനരവതരിപ്പിക്കുന്ന രണ്ടാം ഊഴം അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായി പരക്കെ അംഗീകരിക്കപ്പെടുന്നു. ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ, ഹിന്ദുസ്ഥാൻ ടൈംസ്, മാതൃഭൂമി എന്നിവ സംയുക്തമായി നടത്തിയ വേൾഡ് ചെറുകഥാ മത്സരത്തിൽ 20-ാം വയസ്സിൽ കെമിസ്ട്രി ബിരുദധാരിയായ അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും മികച്ച ചെറുകഥയ്ക്കുള്ള സമ്മാനം വളർത്തുമൃഗങ്ങൾ എന്ന ഗ്രന്ഥത്തിന് അദ്ദേഹത്തിന് ലഭിച്ചു. 23-ാം വയസ്സിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രധാന നോവലായ നാലുകെട്ട് 1958 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി. മഞ്ഞുകാലം, അസുരവിത്ത്, രണ്ടാം ഊഴം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ മറ്റു നോവലുകൾ. അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങളിലെ വൈകാരിക അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ നോവലുകളിലേക്ക് കടന്നുവന്നു. അദ്ദേഹത്തിൻ്റെ മിക്ക കൃതികളും അടിസ്ഥാന മലയാള കുടുംബഘടനയെയും സംസ്കാരത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. നാലുകെട്ട്, അസുരവിത്ത്, കാലം എന്നിവയാണ് കേരളത്തിലെ പരമ്പരാഗത തറവാടുകൾ പശ്ചാത്തലമാക്കിയ അദ്ദേഹത്തിൻ്റെ 3 നോവലുകൾ. മലയാള സിനിമകളുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്നു നായർ. 7 സിനിമകൾ സംവിധാനം ചെയ്ത അദ്ദേഹം 54 സിനിമകൾക്ക് തിരക്കഥ എഴുതി. ഒരു വടക്കൻ വീരഗാഥ 1989, കടവ് 1991, സതയം 1992, പരിണയം 1994 എന്നീ ചിത്രങ്ങൾക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹം 4 തവണ നേടി. 1995 മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം അദ്ദേഹത്തിന് ലഭിച്ചു. 2005 ഇന്ത്യയിലെ 3ാമത്തെ ഉയർന്ന സിവിലിയർ ബഹുമതിയായ പത്മഭൂഷൺ അദ്ദേഹത്തിന് ലഭിച്ചു. ഇത്രയും പറഞ്ഞത് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായരെക്കുറിച്ചാണ്. അതെ, നമ്മുടെ സ്വന്തം MT വാസുദേവൻ നായർ. 2024 ഡിസംബർ 25 ഈ അടുത്ത് തന്നെ കോഴിക്കോട്ട് വെച്ച് അദ്ദേഹം അന്തരിച്ചു.